കൂട്ടുകാരെ, കണലിച്ചസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന 4 മണി പലഹാരമാണ്. അത് ഒരു മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 2 മുട്ടയും പച്ചരിയും പിന്നെ കുറച്ച് ചോറ് അങ്ങനെയുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഇതാണ് അതിനുള്ള ഇൻഗ്രീഡിയൻസ്. മറ്റേ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 മുട്ട, പച്ചരി 2-3 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തിയത്, പിന്നെ കുറച്ച് ചോറ്. ഇതാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അത് നമുക്ക് പലഹാരം ഉണ്ടാക്കാം. മിക്സിയുടെ ജാറിലേക്ക് പച്ചരി, കുറച്ച് വെള്ളവും മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക. അതിലേക്ക് അരച്ച ശേഷം ചോറും കൂടെ ചേർത്ത് വീണ്ടും അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പച്ചരി, മുട്ടയും ചോറും കൂടെ ചേർത്തിട്ട് നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഈ കൂട്ടുകാരെ, ഇത് ഉണ്ടാക്കാൻ നേരത്തെ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി. അപ്പോൾ നമ്മൾ ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതാ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണിത്. ഇപ്പോൾ കറണ്ട് വന്നിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് കിട്ടും. നമ്മൾ ഇറച്ചിക്കറി, ബീഫോ ചിക്കനോ അങ്ങനെ എന്ത് കറി കൂടെ കൂട്ടി കഴിക്കാനും അതുപോലെ വെറുതെ കഴിക്കാനും നല്ല രസമാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മൈദ ചേർത്തു. കുറച്ച് എനിക്ക് വെള്ളം കൂടിയപ്പോൾ ഞാൻ മൈദ ചേർത്തു. അതാണിത്. അല്ലെങ്കിൽ നിങ്ങൾ മൈദ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ഒരു പൊടിക്ക് എനിക്ക് വെള്ളം കൂടിപ്പോയി. അപ്പോൾ നമ്മൾ കുറച്ച് മൈദ ചേർത്തു. നല്ല ടേസ്റ്റിയാണ്. നമ്മളിത് ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾ ഇറച്ചിയുടെയൊക്കെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് വരിക. അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് കാണുക, കമൻ്റ് ഇടുക. അതൊക്കെയാണ് നമ്മുടെ സന്തോഷം. നിങ്ങൾ കമൻറ്റിലൂടെ നമുക്ക് തരുന്നത് നമുക്ക് പല തെറ്റുകുറ്റങ്ങളുണ്ടാകും ചെയ്യുമ്പോഴും. അല്ലെങ്കിൽ നമുക്ക് വീഡിയോസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കതിന് ഞാൻ തന്നെയാണിത് എടുക്കും, അതുപോലെ എഡിറ്റ് ചെയ്യുമെന്നൊക്കെ ചെയ്യും. എനിക്കിത് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അറിയാവുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ ഈ യാത്രയിൽ കൂടെ ഉണ്ടാകണം. അപ്പോൾ ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട്, നല്ല ക്രിഞ്ചി ആയിട്ട്, പുറമേ നല്ല മൊരുമൊരുന്നും, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. കണ്ണം കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞേ. കഴിക്കേ അപ്പം കഴിച്ചതാണേ. മുന്നേ ഇരുന്ന് ഉണ്ടാക്കിയപ്പോൾ കഴിച്ചു തുടങ്ങി. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കറിയും കൂടെ കൂട്ടി കഴിക്കുകയാണ് ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ. ഇവർ സോസ് ചേർത്തിട്ടാണ് കഴിക്കുന്നത്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യും.